നമസ്കാരം. പുരാണങ്ങളിൽ വലിപ്പം കൊണ്ട് ഏറ്റവും വലുതാണ് സ്കന്ദപുരാണം. ഇതിൽ മുരുകന്റെ മഹാത്മ്യങ്ങളാണ് വർണ്ണിച്ചിട്ടുള്ളത്. 80,000-ൽ പരം ശ്ലോകങ്ങളാണ് സ്കന്ദപുരാണത്തിൽ ഉള്ളത്. ഇതിൽ മുരുകനെ ഈശ്വരനായി അവതരിപ്പിച്ചിരിക്കുന്നതുമാണ്. സ്കന്ദപുരാണം മുരുകനെ പരമാത്മാവായി കണക്കാക്കുന്നു. കേദാരഖണ്ഡം തുടങ്ങിയ പല ഖണ്ഡങ്ങളിലായി ഭാരതത്തിലെ വിവിധ തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും ഇതിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. സ്കന്ദന്റെ കഥയും പലപ്പോഴായി പരാമർശിക്കുന്നുണ്ട്. സ്കന്ദപുരാണ പ്രകാരം സുബ്രഹ്മണ്യൻ സർവേശ്വരനായ ഭഗവാൻ കൂടിയാണ്. ശുക്രാചാര്യരുടെ ശിഷ്യയായ മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്രതൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യ സ്വാമി അവതരിച്ചത്. ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കാനാകൂ എന്ന് വരം നേടിയ ഇവർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം പരമശിവൻ പാർവതി ദേവിയെ വിവാഹം കഴിക്കുകയും എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രൻ അവതരിച്ചതുമില്ല. തുടർന്ന് ഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നും 5 ദിവ്യ ജ്യോതിസുകളും പാർവതി ദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യ ജ്യോതിസും വരികയും ചെയ്തു. ആ ദിവ്യ ജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഗംഗ ശരവണപ്പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യ ജ്യോതിസുകളിൽ നിന്നും 6 മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവതമാരായ 6 ദേവിമാർ സുബ്രഹ്മണ്യ സ്വാമിയെ മുല കൊടുത്ത് വളർത്തുകയും ചെയ്തു. അതിനാൽ കാർത്തികേയൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ദേവസേനാധിപതിയായി അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ ശൂരപത്മൻ, താരകാസുരൻ, സിംഹഭക്തൻ എന്നീ അസുരന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു. ദേവസേന, വള്ളി എന്നിവരാണ് ഭഗവാന്റെ പത്നിമാർ. ദേവസേന ഷഷ്ടിവ്രതം എന്നിവ യഥാവിധി നിങ്ങൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ആ കുടുംബം തന്നെ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ശത്രുനാശത്തിന് സുബ്രഹ്മണ്യ ഭജനം ഉത്തമം തന്നെയാണ്. വീടുകളിൽ ഭഗവാന്റെ ചിത്രം സ്ഥാപിക്കുന്നതും അത്രമേൽ വിശേഷമായാണ് പരാമർശിക്കുന്നത്. സ്കന്ദപുരാണത്തിൽ ഭഗവാന്റെ പ്രത്യേക ചിത്രത്തിൽ നോക്കി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം വന്നു ചേരും എന്നാണ് പരാമർശം. ഇതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മുരുക ഭക്തർ പ്രത്യേകിച്ചും ചൊവ്വ മുരുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അത്രമേൽ ശുഭകരമായ ഒരു കാര്യമാണ്. എന്നാൽ വെറും കൈയോടെ പോകാതിരിക്കുന്നതാണ് ശുഭം. ചില കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും ശുഭം. അതിൽ പ്രധാനപ്പെട്ടത് ചുവന്ന പൂക്കൾ തന്നെയാണ്. ചുവന്ന പൂക്കൾ മാത്രം നിങ്ങൾ സമർപ്പിക്കുക. വീട്ടിൽ ഉണ്ടായവയാണ് എങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. ശുദ്ധിയോടെ വാഴയിലയിൽ പൊതിഞ്ഞ് ഭഗവാന് സമർപ്പിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. മുരുകക്ഷേത്രത്തിൽ നിന്നും മടങ്ങുമ്പോൾ ഭഗവാന് പൂജിച്ചതായ ഭസ്മം നിങ്ങൾ വാങ്ങുക. ഈ ഭസ്മം കൂടെ കൊണ്ട് നടക്കുന്നത് പോലും ശത്രുക്കളെ ഫലപ്രദമായി തരണം ചെയ്യുവാൻ, പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് ശക്തിയും മനോബലവും നൽകും. നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകും. ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും. മറ്റൊരാൾ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രമേൽ ശക്തി ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ദിവസം മുരുക മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിത്യവും ജപിക്കുന്നതാണ് ഏറ്റവും വിശേഷം. നിത്യവും ജപിക്കേണ്ടതായ ആ മന്ത്രങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യം പരാമർശിക്കാനായി പോകുന്നത് സുബ്രഹ്മണ്യ മൂലമന്ത്രമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം വജദ്ഭുവേ നമഃ എന്നാണ്. ഓം വജദ്ഭുവേ നമഃ, ഓം വജദ്ഭുവേ നമഃ. ഈ മന്ത്രം അത്രമേൽ വിശേഷപ്പെട്ടതാണ്. തീർച്ചയായും നിങ്ങൾ നിത്യവും 108 ജപിക്കുന്നത് അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. സുബ്രഹ്മണ്യരായം
ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഓം ശരവണഭവ, ഓം ശരവണഭവ എന്ന് നിത്യവും ജപിക്കുകയാണ് എങ്കിൽ അത് അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതുമാണ്. സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രവും നിങ്ങൾക്ക് നിത്യവും ജപിക്കാം. 108 ജപിക്കുന്നതാണ് അതീവ ശുഭകരം. മന്ത്രം ഇപ്രകാരമാണ്: സനൽകുമാരായ വിദ്മഹേ ഷടാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത് എന്നാണ്. ഈ മന്ത്രം നിങ്ങൾക്ക് 108 ജപിക്കാം. സാധിക്കാത്തവരാണ് എങ്കിൽ 21 തവണയെങ്കിലും നിത്യവും ജപിക്കുന്നത് അത്രമേൽ ഫലപ്രദമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുക. ചൊവ്വാഴ്ച അഥവാ ഷഷ്ടിനാളിൽ വീടുകളിൽ ഭഗവാന്റെ ചിത്രങ്ങൾ കൊണ്ടുവരികയാണ് എങ്കിൽ കൊണ്ടുവരികയും മുരുകസ്വാമിയുടെ ചിത്രങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും ഏറ്റവും വിശേഷമാണ്. പ്രത്യേകിച്ചും മഞ്ഞ പട്ടുടുത്ത മുരുകസ്വാമിയെ ഇന്നേ ദിവസം തൊഴുകയാണ് എങ്കിൽ അന്നപാനാദികളും വസ്ത്രവും മുട്ടില്ല എന്നാണ് വിശ്വാസം. അത്രമേൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മുരുക ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഭഗവാന്റെ അരയിലെ പീതാംബരം ദർശിച്ച് തൊഴാൻ സാധിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും. മുരുകകൃപ ലഭിക്കുകയാണ് എങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു ക്ഷാമവും നിങ്ങൾക്ക് നേരിടില്ല എന്നാണ് പറയുക. ഭഗവാൻ കയ്യിൽ ഏന്തിയിരിക്കുന്നതായ വേൽ വിശിഷ്ടവും ദിവ്യവുമാണ്. ഭഗവാന്റെ പര്യായം തന്നെ വേൽമുരുകൻ എന്നാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ഭഗവാന്റെ ചിത്രം കൊണ്ടുവരുമ്പോൾ വേൽ ഏന്തിയതായ ചിത്രം കൊണ്ടുവരികയാണ് എങ്കിൽ അത് ശുഭകരമാണ്. മുരുക ചിത്രം നോക്കി നിത്യവും പ്രാർത്ഥിച്ച് നിങ്ങൾ ആഗ്രഹങ്ങൾ പറയുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക. അത്രമേൽ അനുകൂലമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും മുരുകക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നതായ ഭസ്മം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും നിത്യവും അവ അണിയുന്നതും നിത്യവും ഇവ പേഴ്സിൽ കൊണ്ടുപോകുന്നതും അതീവ ശുഭകരമായ ഫലം നൽകും. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ ഉയർച്ച കടന്ന് വരിക തന്നെ ചെയ്യും.